ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനൂസ് ടോക്സ്. അപ്പം ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഷോർട്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹാ, അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒന്നാമത് എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല മടിയായിരുന്നു. അതുകൊണ്ടൊക്കെ ആട്ടോ. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒന്നാമത് എടുത്തതിനകത്ത് കുറേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ. അപ്പം ഇപ്പം ഭയങ്കര മഴയല്ലേ? എല്ലായിടത്തും ഒക്കെ ഭയങ്കര മഴയാണെന്ന് പറയുന്നത് കേട്ടു. ന്യൂസിലൊക്കെ ആണെങ്കിലും ന്യൂസൊന്നും വെക്കാനേ പറ്റത്തില്ല. സോഷ്യൽ മീഡിയ മൊത്തം വയനാട്ടിലെ ആ ഒരു കാര്യങ്ങളാണ്. മറ്റേ ആ ലോറി ഡ്രൈവർ പുള്ളിയെയും കാണാതായി. അതുപോലെ തന്നെ ഇപ്പം ദാണ്ടെ വയനാട്ടിലും കുറേ പേര് മരിച്ചു. ഓ! എന്തുവാന്നേ. മറ്റേ ആ ലോറി ഡ്രൈവറെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ എപ്പഴും നമ്മുടെ പ്രാർത്ഥനയിലാണെങ്കിൽ എപ്പോഴും ഓർക്കാറുണ്ട്. ആ പുള്ളിയെ അറിയത്ത് പോലും ഇല്ല. എന്നിരുന്നാൽ പോലും ആ പുള്ളി തിരിച്ച് വരണേ, ജീവനോടെ തിരിച്ച് വരണേ എന്നുള്ള ആ ഒരു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാട്ടോ. നമുക്ക് ആ ഒരു പെയിൻ, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെയും അതുപോലെ തന്നെ ഭയങ്കര മഴയൊക്കെയാണ്. രാവിലെ മഴ, ഇടയ്ക്ക് വെയിൽ, ഇടയ്ക്ക് മഴ, അങ്ങനെ. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. മിക്കവാറും രാത്രിയിലായിരിക്കും ഇനി പെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാനും അമ്മയും കൂടെ ആറ്റിലെ വെള്ളം നോക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പം എൻ്റെ പൊന്നേ, ഈ വെള്ളം പൊങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് പേടി തുടങ്ങും. കാരണം 2018 ആ ഒരു വെള്ളപ്പൊക്കം ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. 4 പാടും വെള്ളം, ചുറ്റും വെള്ളം. പക്ഷേ നമ്മുടെ വീട്ടിലൊന്നും കയറാത്തതുകൊണ്ട് നമുക്ക് അത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. വീട് ഇത്രയും പൊക്കത്തിൽ നിൽക്കുന്നത് കൊണ്ട്. ഇപ്പം ഡാമൊന്നും അങ്ങനെ തുറന്ന് വിട്ടിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ഈ മലവെള്ളമാണ് ഈ ഒഴുകി വരുന്ന മൊത്തം കിഴക്കുന്ന് പെയ്യുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞേക്കുന്നത് ഒരു ഫ്രൂട്ടാട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഒരു പേരുണ്ട്. ആ പേര് ഞാനങ്ങ് മറന്നു. എന്തായാലും അത് വാവലടിച്ച് ഇവിടെ മൊത്തം വൃത്തികേടായി കിടപ്പുണ്ട്. അത് കഴിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചാൽ കഴിക്കാൻ പറ്റുന്നതാണ്. ചെറിയൊരു ചവർപ്പ് ഫീൽ ചെയ്യും കേട്ടോ. അതിനെന്തോ ഒരു വല്ലാത്തൊരു പേരാ അതിൻ്റെ. ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ആണെങ്കിൽ വഴിയിൽ മൊത്തം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കയെല്ലാം കൂടെ വീണ് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ ആരും ഒട്ട് വന്ന് വാങ്ങിക്കത്തുമില്ല. ഇപ്പം ഇതാണ് നമ്മുടെ ആറിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ വീഡിയോയ്ക്കകത്ത് കാണിച്ചപ്പോഴത്തേക്കും അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ജസ്റ്റ് ഒന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മഴയൊക്കെ ഇപ്പം പെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പേടിയാട്ടോ. ഭയങ്കരമായിട്ട് എല്ലാവർക്കും. വയനാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇതുപോലെ എങ്ങാണ്ട് ഒരു മല മൊത്തത്തിൽ ഇതുപോലെ പോയതാണ്. കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ അങ്ങേ വർഷമാണോ എപ്പോഴും ഒരു സമയത്ത് ഇതുപോലൊരു ഉരുൾപൊട്ടൽ വന്നതായിരുന്നു. ഓ! എന്തൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്കൊന്നും ആലോചിക്കാനേ വയ്യ. ഓഹ്! വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അത് അവിടെ താമസിക്കുന്നതുകൊണ്ടൊക്കെ. വയനാടൊക്കെ കാണാനൊക്കെ നല്ലതാണെങ്കിലും ഇങ്ങനെ ഉരുൾ പൊട്ടുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. ന്യൂസ് ചാനൽ മൊത്തം ഇത് തന്നെയാട്ടോ. അതുകൊണ്ട് നമുക്ക് ന്യൂസൊന്നും വെക്കാനേ തോന്നത്തില്ല. എല്ലാം അങ്ങ് മൊത്തം ഇങ്ങനെ ഇത്ര പേരെ കാണാതായി, ഇത്ര പേരെ ഡെഡ് ബോഡി കിട്ടി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമുക്കങ്ങ് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ആ ലോറി ഡ്രൈവറെ കാണാതായതും അതും ഒരു വല്ലാത്തൊരു അവസ്ഥയാട്ടോ. അതൊക്കെ ആ വീട്ടുകാരുടെയൊക്കെ ഒരു അവസ്ഥയെ, കുഞ്ഞൊക്കെയുള്ള വീട്ടുകാരുടെയൊക്കെ അവസ്ഥ. വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ശരിക്കും. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനസ്സുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അയാൾ വേറെ എവിടെയെങ്കിലും പേടിച്ചെങ്ങാനും ഇരിക്കുകയായിരിക്കും. പുള്ളി ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരും എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിലും നമുക്കറിയില്ല. നമുക്കിനി വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പം അങ്ങനെ 2-3 ദിവസം കുറേ ഇങ്ങനെ ഡെസ്പായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഫുള്ള് തുറക്കുമ്പോൾ എല്ലാം നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വർക്കിനെ അത് വല്ലാതെ ബാധിക്കും കേട്ടോ. നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും നമുക്കത് ചെറിയൊരു വിഷമം നമുക്ക് എന്തായാലും ഫീൽ ചെയ്യും. കിട്ടുമോ ഇല്ലയോ, എന്താ കിട്ടാത്തത് നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ഇത് തോന്നും. അപ്പം എന്താ പറയുന്നത്, അപ്പം ഇവിടെ മൊത്തം വെള്ളം അങ്ങനെ ഇപ്പം അങ്ങനെ വെള്ളമൊന്നും അങ്ങനെ കയറത്തില്ല കേട്ടോ. ഇപ്പം ഡാമൊക്കെ തുറന്നു വിടുവാണ്, കക്കി, മൂഴിയാറ് അതൊക്കെ തുറന്നു വിടുവാണെങ്കിൽ ഇവിടെ അങ്ങനെ റോഡിലൊക്കെ വെള്ളം കയറത്തുള്ളൂ. ഇനിയിപ്പം മലവെള്ളമൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് കിഴക്കുനിന്നൊക്കെ അങ്ങനെ കാടുകളിൽ നിന്നൊക്കെ ശബരിമല പോലത്തെ അവിടെ നിന്നൊക്കെ ഉരുൾ പൊട്ടിയൊക്കെ വരുവാണെങ്കിൽ ചിലപ്പം
ആഹ്, റോഡിൽ കയറുമായിരിക്കും. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എറണാകുളം ഭാഗത്തൊക്കെ ആണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങൾക്ക് വെള്ളം കയറിയെന്നൊക്കെ ഇങ്ങനെ കസിൻ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. മൊത്തം മഴയുടെ ഒരു അങ്ങ് എല്ലാം അങ്ങ് പ്രകൃതി കലി തുള്ളി നിൽക്കുകയാന്ന് തോന്നുന്നു. എന്തായാലും പ്രകൃതിയുടെ ആ ഒരു കലി സാവധാനം അല്ലെങ്കിൽ പോലും പതുക്കെ ശമിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അത് ശമിക്കുമായിരിക്കും. ഉം. അപ്പം ഞാനാണെങ്കിൽ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആട്ടോ, ത്രെഡാട്ടോ ഇത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈ ഓണത്തിനൊക്കെ ആണെങ്കിലും ബീഡ്സ് ടൈപ്പ് മാലകളെക്കാട്ടിലും കുറച്ചുകൂടെയൊക്കെ മൂവ്മെൻറ്റ് ചിലപ്പോൾ ഈ ത്രെഡ് മാലകൾക്ക് വരുമായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ ഈ ലോക്കറ്റൊക്കെ ഞാൻ പണ്ട് വാങ്ങിച്ചതാട്ടോ. ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു. കാരണം ഈ ലോക്കറ്റിന് വലിയ ഇനിയിപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാവുമോയെന്ന് ആരെങ്കിലും ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലോക്കറ്റിന് പിന്നെ എല്ലാവർക്കും അത് തന്നെ മതി. അതാണ് അപ്പം അങ്ങനെ ഈ ലോക്കറ്റുകളൊക്കെ ഞാൻ പറഞ്ഞ അനിത ചേച്ചിയുടെ കയ്യിലാണെങ്കിലും അതുപോലെ തന്നെ മോട്ടിയിലാണെങ്കിലും ഒക്കെ അവൈലബിൾ ആട്ടോ. നേരത്തെ അവിടെയൊക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റോഴ്സൊക്കെ അറിയാമെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ജ്വല്ലറി മേക്കിങ്ങിന് മെറ്റീരിയൽസിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അതിപ്പം അതുകൊണ്ട് നമ്മൾ വിൽക്കുമ്പോഴും നമുക്ക് കുറച്ചുകൂടി ലാഭം കിട്ടത്തക്ക രീതിയിൽ വേണം വിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ ഗുങ്കുരൂസ് എല്ലാം കൂടെ ജംറിങ്ങി വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു മെനക്കെട്ടൊരു പരിപാടിയാട്ടോ. ഈ ജിമിക്കിയുടെ ബേസിലൊക്കെ ആണെങ്കിൽ ഒരു 1000 തുള കാണുമായിരിക്കും. 1000 തുളയിലും ഇങ്ങനെ കയറ്റി ഇട്ട് വരുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ ഇടപാട് തീരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ധൃതി പിടിച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വെപ്രാളം പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വർക്ക് ടോട്ടലി അങ്ങ് എന്താണ് അങ്ങ് ഇല്ലാതാവും. ഒരു ഭംഗി വരത്തില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ആ ഒരു സാവധാനം ആ ഒരു ഇതിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നം വരത്തില്ല. അപ്പം ഞാനാണെങ്കിൽ ഇതെന്ന് പറഞ്ഞേക്കുന്നൊരു പ്രത്യേകതരം ലോക്കറ്റാണ്. പ്രത്യേക ഷേപ്പ് ചെയ്തിരിക്കുന്നൊരു ലോക്കറ്റാണ്. അത് ഓക്സിഡൈസ്ഡ് ആട്ടോ, ജർമ്മൻ ഓക്സിഡൈസ്ഡ് ആണ് ഇതെല്ലാം. അപ്പം ഇതിൻ്റെ ബ്ലാക്ക് ഓക്സിഡൈസ്ഡും ഉണ്ട്. ശരിക്കും ഈ ബ്ലാക്ക് ഓക്സിഡൈസ്ഡിന് റേറ്റ് കൂടുതലാണ്. ഈ ഗുങ്കുരൂസൊക്കെ ആണെങ്കിലും ബ്ലാക്ക് ഓക്സിഡൈസ്ഡിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയത്തില്ല. ഞാനത് പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ത്രെഡൊക്കെ ചെയ്യുന്നവരൊക്കെയാണ്. ഇപ്പം മാക്രേം ത്രെഡാണെങ്കിലും അല്ലാത്ത ത്രെഡുകളൊക്കെ നമുക്ക് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടൊക്കെ നമുക്ക് അല്ലാതെ പിരിച്ച് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പം അത് കുറച്ച് സമയമെടുക്കും. മാക്രേം ത്രെഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ഓൾറെഡി അത് പിന്നിയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നാനൊക്കെ അറിയാവുന്നവർക്കൊക്കെ ആണെങ്കിൽ ത്രെഡൊക്കെ ഇങ്ങനെ പിന്നിയെടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ ലോക്കറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളൊരു മാക്രേം ത്രെഡാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമുക്കൊരു മാലയുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണമെന്ന് വെച്ചാൽ ആ ഒരു ലെങ്തിൽ മാക്രേം ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടാണെങ്കിൽ മാക്രേം ത്രെഡ് ആമസോണിലൊക്കെ പല കളേഴ്സ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. കൂടുതലായിട്ടും പോകുന്നത് മെറൂണ്, റോയൽ ബ്ലൂ, ചിലപ്പോൾ റോസൊക്കെ പോകാനും ചാൻസ് ഉണ്ട്. സാരിയുടെ ബ്ലൗസിൻ്റെ ഇതനുസരിച്ച് പോകാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിച്ച് നോക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അതിൻ്റെ ആ ഒരു ലോക്കറ്റ് വെക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടാണെങ്കിൽ നടുക്കായിട്ട് ഇതുപോലെ റെഡ് ത്രെഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഓരോരോ ഐഡിയാസ് ആട്ടോ. അപ്പം ഞാനിപ്പം പറയുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ പല പല ത്രെഡുകളൊക്കെ വെച്ച് ബ്ലാക്കും റെഡും മാത്രം, ബ്ലാക്ക് റെഡും എല്ലാവർക്കും ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലർക്ക് ബ്ലൂ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ലൈറ്റ് കളേഴ്സിനോടായിരിക്കും ഇഷ്ടം, ചിലർക്ക് പേസ്റ്റൽ കളേഴ്സിനോടായിരിക്കും ഇഷ്ടം. പേസ്റ്റലൊക്കെ ആണെങ്കിൽ വാങ്ങിക്കുന്നവർ ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പേസ്റ്റലിൻ്റെ സാരീസ് കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ. പേസ്റ്റലിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സ് കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ആ ത്രെഡ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കും. നല്ല വൃത്തിയായിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം നമുക്ക് ഈ ത്രെഡിൻ്റെ മാലയ്ക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ. പ്രത്യേകിച്ച് പിന്നുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ ജിമിക്കി മാല ഉണ്ടല്ലോ, മുടി പിന്നുന്ന പോലെ പിന്നുന്നത്, അതൊക്കെ ആണെങ്കിൽ മനുഷ്യൻ്റെ ഇടപാട് തീരും. പിന്നെ മനുഷ്യൻ്റെ ഇടപാട് തീരും. അതൊരു വല്ലാത്തൊരു പ്രോസസ്സാട്ടോ അത്. ഇപ്പം നമുക്ക് ധൃതി പിടിച്ച് ചെയ്യാമെന്ന് വെച്ചാൽ അത് പറ്റുന്ന കാര്യമില്ല. നമ്മൾ പതുക്കെ സ്ലോലി അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഇപ്പം മഞ്ചാടിയുടെ മാലയൊക്കെ ആണെങ്കിലും പതുക്കെ ചെയ്തെങ്കിലേ അത് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അവസാനം കാണുമ്പോൾ ഒരു ലുക്ക് വേണം. ഇത് കൊള്ളാലോ എന്നുള്ള ആ ഒരു വാക്ക് വരത്തക്ക രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമുക്ക് സാരിയുടെ കളർ അനുസരിച്ച് ഇപ്പോൾ സാരിയുടെ കളർ റോസ് ആണെങ്കിൽ നമുക്ക് റോസിൻ്റെ മാക്രൈം ത്രെഡൊക്കെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതിപ്പോൾ ഒരു കിറ്റായിട്ടൊക്കെ നമുക്കൊരു സെറ്റായിട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കാണെങ്കിൽ 2 ജംപ് എടുക്കണം. ജംപ് എടുത്തിട്ട് ഒന്നെങ്കിൽ 4 ജംപ് എടുക്കുക, 2 സൈഡിലും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ 2 ജംപ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വേണേലും കണക്ട് ചെയ്യാം. എങ്ങനെ വേണേലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കണക്ട് ചെയ്യാം. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാമെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ ആ ഒരു ലോക്കറ്റിൻ്റെ ഹോൾ ചെറുതാട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു മാക്രൈം ത്രെഡ് കയറുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇങ്ങനൊരു മോഡൽ ജസ്റ്റ് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബേസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് എല്ലാം നമുക്ക് നമ്മൾ എന്താണ് നമുക്ക് എന്തെങ്കിലും വർക്കുകളൊക്കെ ഒന്നും അറിയത്തില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് അതൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനത്തെ മാലകളൊക്കെ ഉണ്ടോ, അതിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വെച്ച് ചെയ്യുക. റേറ്റൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഇട്ടോളൂ. കാരണം ത്രെഡിൻ്റെ മാലകൾക്കാണ് ഇപ്പം പിന്നുന്ന മാലകൾക്ക്, നമ്മൾ കൈകൊണ്ട് പിന്നുന്ന മാലകൾക്കാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് ഇടാം. ഈ ഒരു മാക്രൈം ത്രെഡ് ആകുമ്പോഴത്തേക്കും നമുക്കൊരു 200 to 300 ആ ഒരു റേഞ്ചിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അല്ലാതെ കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു നിങ്ങൾക്ക് ലാഭം കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ഇപ്പം ജ്വല്ലറി മേക്കിങ്ങിന് മെറ്റീരിയൽസ് വാങ്ങിക്കുവാണെങ്കിലും ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ട് പിന്നെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് അനുസരിച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യമേ എല്ലാം കൂടെ ബൾക്കായിട്ട് വാങ്ങിച്ച് സമയം മെനക്കെടുത്താതെ നമ്മൾ ആ ഒരു 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 കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചീവി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഡോര് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചീവി കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഏകദേശം മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം മാക്രൈം ത്രെഡ് എടുത്തു, പിന്നെ ത്രെഡ് ചുറ്റി ലോക്കറ്റ് ഇട്ടു, അത്ര മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ത്രെഡിൻ്റെ മാലകൾക്ക് അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ത്രെഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളത് മാക്സിമം നല്ല നല്ല ലോക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം ഓണത്തിനൊക്കെ ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കൂടെയും സെറ്റിൻ്റെയും മുണ്ടിൻ്റെയും സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി മാലയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.